ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആരോഹി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും ചിത്രം വരയ്ക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ അതിന് മുന്നിൽ കഥകളിയും ചിത്രം വരച്ച വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ ഒരുപാട് പേര് കണ്ടു അല്ലേ. നല്ല നല്ല കമൻറ്റൊക്കെ കണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമായി. അപ്പോൾ വീണ്ടും ഞാനിപ്പോൾ ഇത് മുന്നേ ആ കഥകളിക്ക് മുന്നേ നമ്മൾ ഉമ്മറത്ത് ചിത്രം വരയ്ക്കണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. പിന്നെ അന്ന് അത് കണ്ടപ്പോൾ അതിൻ്റെ ഇഷ്ടം കൊണ്ട് വരച്ചതാണ്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഇത് തുടങ്ങി വെച്ചത് പറയും രാത്രിയാണ് കേട്ടോ. രാത്രി ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇങ്ങനെ വരച്ച് വെച്ചിരുന്നു പെൻസിലുകൊണ്ട്. പിന്നെ പകലാണ് ഇപ്പോൾ അത് പെയിൻറ്റിങ് എന്താ പറയുക പെയിൻറ്റോട് ഔട്ട്ലൈൻ ചെയ്യുന്നത്. ഞാൻ വിചാരിക്കും ഒരു ദിവസം കൊണ്ടൊക്കെ അത് മൊത്തം ആക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒന്നും നടക്കൂല. കണ്ടത് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ ചിത്രം വരക്ക് രാവിലെ ആട്ടോ. അത് രാവിലെ 7 മണി 8 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. ഞാൻ എൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ അങ്ങനെയാണ്. എന്തെങ്കിലും ആഗ്രഹം വന്നിട്ട് ഇതൊരു വരയ്ക്കട്ടെ വിചാരിക്കുമ്പോൾ അങ്ങനെയാവും. അതിന് വേറെ എല്ലാ പണിയും ഇട്ടിട്ട് വരും കേട്ടോ. പിന്നെ അത് അങ്ങനെ ഔട്ട്ലൈൻ കണ്ടില്ലേ, അങ്ങനെ കേട്ടോ. ആ ഒരു പൂർണ്ണ രൂപം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റ് ചെയ്യണം. ആ പെയിൻറ്റിങ് കണ്ടോ, രാത്രി ഞാൻ പെയിൻറ്റ് ചെയ്തിട്ട് വിചാരിച്ചിരിക്കുന്നു കേട്ടോ. ചിലപ്പോൾ നമുക്കൊരു സ്പാർക്ക് വരില്ലേ, അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ കുട്ടികളാണെങ്കിൽ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചേക്കുക. ഓർക്കും പെയിൻറ്റ് ചെയ്യണം. ഈ ഡ്രസ്സൊക്കെ ആണ് ഇതൊക്കെ ആകെ പെയിൻ്റ് ആക്കിയിരുന്നു കേട്ടോ. ഫാബ്രിക് പെയിൻറ്റ് കുഴപ്പം പറഞ്ഞാൽ അത് ഡ്രസ്സിലൊന്നും അതിന് പോകില്ല, അറിയാലോ. ഉണങ്ങി പിടിച്ചാൽ പിന്നെ തീരെ പോകില്ല. അപ്പോൾ ഈ ഡ്രസ്സിലൊക്കെ ആക്കിയിട്ട് 3 ആളും കൂടി ഇതേ. പിന്നെ ഇവരെ ഇൻട്രസ്റ്റ് കണ്ടപ്പോൾ ഞാനത് നിർത്തി വെച്ചു. കാരണം ഒരുപാട് പെയിൻറ്റ് കളയുകയും ചെയ്തു. അപ്പോൾ വീണ്ടും കണ്ടോ, പിറ്റേന്നല്ല കേട്ടത്. പിന്നെ 2 ദിവസം ഞാൻ റെസ്റ്റ് എടുത്തു. കാരണം എനിക്ക് തീരെ സുഖം ഉണ്ടായിരുന്നില്ല. ആദ്യം പനി വന്നു, പിന്നെ അത് പുണ്ണായി, പിന്നെ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷനായി. അപ്പോൾ കണ്ടോ കയ്യിൽ കണ്ടോ ക്യാൻഡിലൊക്കെ ഉണ്ട് കേട്ടോ. സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അഡ്മിറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ അഡ്മിറ്റ് നമുക്ക് കിടക്കാനിപ്പോൾ ഒരു എന്താ വെച്ചാൽ മക്കളൊക്കെ ചെറുതല്ല. അപ്പോൾ ഓരെയും കൊണ്ട് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2 നേരം വെച്ചിട്ട് സൂചി വെച്ച് ഇങ്ങനെ വിരാട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴേക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, പെരും വേദന. അപ്പോൾ തിന്നാനും വയ്യ, ഒന്നും വയ്യ. ഇപ്പോൾ ഈ സമയത്ത് മിണ്ടാനൊന്നും കഴിയട്ടോ, അത്ര വേദനയാണ്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞേ, വായിലാകെ പുണ്ണായിട്ട്, പുണ്ണ് പറഞ്ഞാൽ ഇൻഫെക്ഷനായി തുടങ്ങിയപ്പോൾ ഈ പുണ്ണൊക്കെ പഴുത്തിട്ടോ. അപ്പോൾ പല്ലൊക്കെ വേദന, പല്ലിൻ്റെ എല്ലാ സംഭവങ്ങളെല്ലാം മോണയ്ക്കൊക്കെ ഇതായിട്ട് വരും വേദന, നീരും. ഈ പുണ്ണായതൊക്കെ പഴുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ആരോടും മിണ്ടാൻ വയ്യ, ഒരു സാധനം തിന്നാൻ വയ്യ. രാവിലെ ഒരു ബ്രെഡ്, ഉച്ചയ്ക്കൊന്നും കഴിക്കാൻ വയ്യ, രാത്രി ഒരു ബ്രെഡ്, അങ്ങനെയൊക്കെ ഞാൻ ജീവിതം തള്ളി എനിക്ക് പോയെന്ന് കേട്ടോ. 3-4 ദിവസമായി തുടങ്ങിയിട്ട് അങ്ങനെ ചെറുങ്ങനെ വന്നപ്പോൾ അത് സാരില്ല, മാറിക്കോ. പുണ്ണ് നമുക്ക് അങ്ങനെയുള്ള മാറും വിചാരിച്ചു. കൂടെ പനിച്ചപ്പോൾ ഒന്നായിട്ട് പഴുത്തു. അപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാതിരിക്കും എനിക്ക് ആ വേദന അധികമാവുക. മക്കളോടൊക്കെ ദേഷ്യം തോന്നും കേട്ടോ. അപ്പോൾ ഇതൊന്നിങ്ങനെ കുട്ടികളോട് ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല, കാരണം അവർക്കത് അറിയില്ലല്ലോ. അപ്പോൾ ഇത് തോന്നി നമ്മളെ ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് വേദന കുറച്ച് മറക്കാൻ കഴിയുമെന്ന് പറയണേക്കില്ലേ. അപ്പോൾ ഞാനത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിട്ടോ. അങ്ങനെ ആ ഒരു പെയിൻറ്റിങ് നിർത്തിയിട്ട് പിന്നെ തീരെ വയ്യാതെ. അപ്പോൾ പിന്നെ അവിടെ നിർത്തിച്ചു ഞാനത്. ഈ പകുതിയിൽ ഇങ്ങനെ കിടക്കുന്ന ചുമര്. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അത് റീസ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പോൾ കണ്ടല്ലേ, അപ്പോൾ ഇത്രത്തോളം എത്തിന് കാര്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ എന്തോ ആയിക്കോട്ടെ, ചിത്രം വരയ്ക്കുകയോ അല്ലെങ്കിൽ എഴുതുകയോ പാട്ട് പാടുക, എന്ത് ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഞാനിപ്പോൾ ഈ ബുദ്ധിമുട്ടുകൊണ്ട് വയ്യല്ലോ. ഇതിപ്പോൾ അപ്പോഴേക്കും എൻ്റെ കൈമ്പത്തൊക്കെ എടുത്തേന് കേട്ടോ. സൂചിയൊക്കെ കഴിഞ്ഞാണ്, കുറച്ചിങ്ങനെ സുഖം വെച്ച് തുടങ്ങിയാണ്. എനിക്ക് വർത്താനം പറയാമെന്നൊക്കെ ലെവലായി. ഭക്ഷണം കഴിക്കാൻ വല്ലാണ്ട് കഴിയില്ലെങ്കിലും ചെറുങ്ങനെ വർത്താനം പറഞ്ഞ രീതിക്ക് എത്തിയിട്ട് മറ്റേക്ക് മിണ്ടാൻ കഴിയുന്നില്ല. അതേ സമയം ഈ അമ്മക്ക് വയ്യാണ്ട് അമ്മ മക്കൾക്കൊന്നും തന്നെ അധികം വാശിയാവൂലേ. അപ്പോൾ കുറച്ച് വെച്ചപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ കുറച്ച് എൻ്റെ കുട്ടികളെ നോക്കി അത് ഫുള്ളാക്കട്ടെ കേട്ടോ പറഞ്ഞു. അപ്പോൾ അമ്മയും തന്നെ അനക്ക് എൻ്റെ വേദന അങ്ങനെയാണ് മറക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അവിടെയാണ് സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ ആ പണി ചെയ്യണം. അത് എന്തെന്നെ ആയാലും ആ പണി തിരിയണം. മറ്റേ നമ്മൾ ശരീരം വേദനിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശാരീരികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ മനസ്സിനെ ബാധിക്കില്ലേ. അപ്പോൾ കണ്ടോ അത് മുഴുവനാക്കുക കേട്ടോ. അതേപോലെ ഇങ്ങോട്ടും പറയാനുള്ള അങ്ങനെ തന്നെയാണ് കേട്ടോ. നിങ്ങളൊക്കെ കഴിവുകൾ, നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് തിരിച്ചറിയുന്ന സമയം തൊട്ട് നിങ്ങളത് എന്താ പറയുക, അതിനു വേണ്ടി പ്രവർത്തിക്കണം. നമ്മളുള്ളിൽ എന്ത് തന്നെ കഴിവുകളായാലും അത് പുറത്തിറക്കും. ഈ ജീവിതത്തിലെടുത്തില്ലെങ്കിൽ പിന്നെ അത് എന്നേക്കില്ല. ഇനി ഒരാൾ കാണും, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ അത്രേ കഴിക്കണുള്ളൂ, ഇത്രേ കഴിയുന്നുള്ളൂ, എനിക്ക് വലിയ കഴിവുകളൊന്നും അങ്ങനെ ഞാൻ വിചാരിക്കരുത് കേട്ടോ. കാരണം ഞാൻ ഒരുപാട് അങ്ങനെ വിചാരിച്ച് എനിക്ക് തന്നെ ഭയങ്കര കോംപ്ലക്സ് ഉണ്ടോ. കോംപ്ലക്സ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും എനിക്ക് അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. ഞാനിപ്പോൾ എനിക്ക് അത്യാവശ്യം സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യാൻ ഭയങ്കര ഇഷ്ടം സംസാരിക്കേണ്ടതൊക്കെ. പക്ഷെ എന്നിട്ട് പോലും എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടും കൂടി ഞാൻ കിട്ടിയ പല വേദികളും ഞാൻ ഒഴിവാക്കി പോകുന്നു കേട്ടോ. പല സന്ദർഭങ്ങളിലും ഒരു പാട്ട് പാടാൻ ആരെങ്കിലും ഉണ്ടോ, പാട്ട് പാടിക്കാൻ ഞാൻ കൊണ്ടൂല.
നമുക്ക് ഒരുപാട് അറിഞ്ഞിട്ടല്ല, എന്നാലും നമ്മൾ താല്പര്യമാണല്ലോ അല്ലേ, നമ്മൾ ആഗ്രഹങ്ങളാണല്ലോ. ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ഞാൻ പോയി പാടുന്ന മാതിരിയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാനത് എനിക്ക് പോലും ഇല്ല കേട്ടോ. പിന്നെ കുറേ എത്തി ഒരു 10-28 ജിത്ത് എന്നാൽ കല്യാണം കഴിഞ്ഞ് 10-25 വയസ്സൊക്കെ ആയി. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇത്രയും സമയം ഞാൻ വെറുതെ കളഞ്ഞല്ല ഈശ്വരാന്ന് തോന്നലുണ്ടായി തുടങ്ങിയത്. കാരണം അതുവരെ ഞാൻ എൻ്റെ കഴിവുകളൊന്നും പുറത്തേക്ക് എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് ആദ്യമായിട്ട് ഞാൻ ചിത്രം വരയ്ക്കുന്ന, എനിക്ക് അത്ര വലിയ വരയ്ക്കാനൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഇമാജിൻ ചെയ്ത് വരയ്ക്കാനൊന്നും ഒരു കഴിവൊന്നും എനിക്കില്ല. ഉണ്ടാവുമായിരിക്കും, എന്നെ ശ്രമിച്ചിട്ടില്ല. നമുക്കിനി വീണ്ടും മനസ്സിലാക്കുന്നുണ്ടെങ്കിലൊക്കെ പൊടി തട്ടിയെടുക്കണം എന്നൊക്കെ ഉണ്ട് എനിക്ക് താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കുട്ടീൻ്റെ ഒപ്പം കൂടും. ശ്രീകുട്ടിക്ക് നല്ല ചിത്രം വരയ്ക്കാനും പെയിൻറ്റ് ഭയങ്കര താല്പര്യമാണ്. എനിക്കത് ഭയങ്കര സന്തോഷം കേട്ടോ. എന്താ വെച്ചാൽ ഇനി ഓക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ഞാനത് റെഡിയാക്കും. എൻ്റെ എന്താ പറയുക, എൻ്റെ അമ്മ മനസ്സ് അങ്ങനെയാണ്. എനിക്ക് കിട്ടാത്ത പല കാര്യങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ റെഡിയാക്കിയിട്ടേ ഇരിക്കുള്ളൂ. നമ്മുടെ സാഹചര്യം പണ്ട് എൻ്റെ അമ്മയ്ക്ക് അച്ഛനൊന്നും അതിന് പറ്റിയ സാഹചര്യമൊന്നുമില്ല. കാരണം അന്നന്ന് കിട്ടണ അന്ന് തന്നെ തികയാത്ത സിറ്റുവേഷൻ ആയപ്പോൾ നമ്മളെ കഴിവുകളൊന്നും പുറത്തേക്ക് എടുക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ടി എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ സജ്ജരാക്കാനും അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പം നമുക്ക് ആ സിറ്റുവേഷനെ കുറച്ച് അധികം മാറിയില്ലെങ്കിൽ ഏറെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ ഒരുപാട് പ്രയത്നിക്കും കേട്ടോ. പറഞ്ഞു വന്നെന്താ വെച്ചാൽ ചിത്രം വരയ്ക്കാൻ കഴിവ് കണ്ടെത്തിയെന്നല്ലേ. ആദ്യമായിട്ട് ചെറുതായിട്ട് ബുക്കിലൊക്കെ ഇങ്ങനെ പടം വരയ്ക്കും കേട്ടോ. ബയോളജിക്കും അതേപോലെ ഹിസ്റ്ററിക്ക് ദീപസ്തംഭത്തിൻ്റെ സംഭവമല്ലേ, അതൊക്കെ വരയ്ക്കാനൊക്കെ നല്ല ഭംഗിയിൽ വരച്ച് കൊണ്ട് ചില ടീച്ചർ പറയുന്നത് നല്ല നന്നായിട്ടുണ്ടല്ലോ. അപ്പം തന്നെ എനിക്ക് ചെറുതായിട്ട് വരയ്ക്കാൻ കഴിയുന്നൊരു തോന്നലുണ്ടായി തുടങ്ങിയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം കൂടെ ഭയങ്കര ഇഷ്യൂ എൻ്റെ എല്ലാവരുടെ വീട്ടിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ, പ്രശ്നങ്ങളില്ലാത്ത വീടുകളുണ്ടാവില്ലേ. അന്ന് ഞാൻ അഞ്ചിലാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എൻ്റെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ സ്പാർക്ക് വീടുന്നത് ഒന്നിൻ്റെ 3-ാം ക്ലാസ്സിലും 1 5-ാം ക്ലാസ്സിലൊക്കെയാണ്. 3-ാം ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അടിക്കടി ഉണ്ടായ സംഭവങ്ങളൊക്കെ 3-ാം ക്ലാസ്സിൽ നിന്നാണ്. ഒരു ആക്സിഡൻറ്റ് പറ്റിയതും അതേപോലെ ശബരിമലയ്ക്ക് മാലിട്ടതും അതേപോലെ തന്നെ അങ്ങനെ കുറച്ച് ഇൻസിഡൻറ്റുകളൊക്കെ ഉണ്ടായത് 3-ാം ക്ലാസ്സിൽ കേട്ടോ. അതേപോലെ 5-ാം ക്ലാസ്സിൽ നിന്ന് വീട്ടിൽ ഭയങ്കര ഇഷ്യൂ ഉണ്ടായി, ചെറിയൊരു അച്ഛനമ്മയെന്നുള്ള മാറ്റർ കേട്ടോ. അപ്പോൾ ആ സമയത്തുണ്ടായൊരു ഇഷ്യൂ ഉണ്ടല്ലോ, ആ സമയത്ത് മനസ്സ് ഭയങ്കര അസ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചിത്രം വരച്ചു, ഒരു കൃഷ്ണൻ്റെ ചിത്രം. എന്തായാലും അതാണ് ക്ലിക്കായി. നമ്മൾ അതേപോലെ നോക്കി വരയ്ക്കുകയാണ്. അപ്പോൾ അതേപോലെ നോക്കി പറഞ്ഞാൽ നമ്മളൊരിക്കലും ദൈവങ്ങളെ പടം വരയ്ക്കുന്നത് പെർഫെക്റ്റ് ആവില്ല എന്ന് പറയണേക്കാം. പക്ഷെ എനിക്കെന്തോ അന്നത്തെ 5-ാം ക്ലാസ്സിലെ പ്രായത്തിലേക്ക് ആ ചിത്രം വളരെ പെർഫെക്റ്റാണ് കേട്ടോ. ചെറിയൊരു ഉണ്ണിക്കാരുടെ ചിത്രം വരച്ച അടിപൊളിയായിരുന്നു. ഞാൻ ഒരുപാട് കാലം അത് ഒരു പേപ്പറിൽ വരച്ചു. പിന്നെ ആ പേപ്പർ അതേപോലെ വെട്ടിയെടുത്ത് വേറെ പേപ്പർ വരച്ചു, ഒട്ടിച്ച് അങ്ങനെ ഒരുപാട് കട്ടി തുടങ്ങുന്നത്. കാരണം ഇതാണ് എനിക്ക് ചിത്രം ഒഴിവാക്കാൻ തോന്നിയില്ല. പിന്നെ നല്ല ഭംഗിയുള്ള റോസാപ്പൂവും ചിത്രം വരച്ചിട്ടോ. ആ ചിത്രങ്ങൾ ഒരുപാട് കാലം ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്ന ചിത്രങ്ങളായിരുന്നു. അപ്പോൾ അന്നേക്ക് മനസ്സിലായി ചെറുതായിട്ടൊക്കെ നോക്കി വരയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലായിട്ടോ. പിന്നെ കല്യാണം കഴിഞ്ഞ പിന്നെ അതിന് മുന്നേ ഞാനൊന്ന് ശ്രമിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റെക്കോർഡൊക്കെ വരുമ്പോൾ ചിത്രം വരയ്ക്കുന്നല്ലാണ്ട് വലുതായിട്ട് ശ്രമിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യം. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ അതിലൊക്കെ കഴിവ് നോക്കിയിട്ടുണ്ട്. അത് പുറത്തിട്ടുണ്ടാവും എൻ്റെ സ്വന്തം. പിന്നെ നമ്മൾ ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്താ പറയുക, നമുക്ക് തയ്ക്കാൻ അറിയണം. എനിക്ക് തയ്ക്കാൻ അറിയില്ല എന്താ വെച്ചാൽ ചെറുങ്ങനെ അടിക്കുള്ളൂ ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം. പിന്നെ അതൊക്കെ നമുക്ക് ഉള്ള കഴിവുകളൊക്കെ പൊടി തട്ടിയെടുക്കണം. ഓരോരുത്തർക്ക് ഓരോ കഴിവുകളല്ലേ. ഞാൻ പഠിക്കാൻ എനിക്ക് വലിയ കഴിവ് വെച്ചാൽ എനിക്ക് താല്പര്യമില്ല കേട്ടോ. പഠിക്കാൻ എനിക്ക് പണ്ടേ താല്പര്യമില്ല, അതൊരാളാണ് ഞാൻ. മോശമല്ല, അത്രയേ ഉള്ളൂ. പിന്നെ ക്ലാസ്സിൽ നീ പെർഫോം ചെയ്യണമെങ്കിലും ഓക്കെയാണ്. പക്ഷേ എഴുത്തിലൂടെ ജയിച്ചിട്ടുണ്ട്, ഇതുവരെ തോറ്റിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെ വമ്പ് മാർക്കുകളോ ക്ലാസ്സിൽ ഫസ്റ്റ് അങ്ങനെയൊന്നും വാങ്ങിയില്ല. ആവറേജ് സ്റ്റുഡൻറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 5-ാം ക്ലാസ്സിൽ നിന്നാണ് കണ്ണനെ വരച്ചിട്ട് ഞാൻ പറഞ്ഞത് ആ കഴിവെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ എന്നോളം ഞാൻ എവിടെ സന്ദർഭം കിട്ടിയാൽ ചിത്രം വരയ്ക്കാൻ ശ്രമിക്കലും കേട്ടോ. പിന്നെ ചിത്രനെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ സമയത്ത് സ്കൂളിലായാലും ഈശ്വര ഞാൻ എവിടെയും ഇത് പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ, അല്ലെ സ്കൂളിൽ പോലും ഒരു പരിപാടിക്ക് പങ്കെടുത്തിട്ടില്ല എന്ന് ആരും വിശ്വസിച്ചു, ഒന്നും പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.